നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് നമുക്ക് മിസ്റ്റേക്സ് വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരുന്നതുകൊണ്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ അത്ര പ്രോപ്പർ ആവാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന മിസ്റ്റേക്സിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു സെഷനാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ചെറിയ കഥ പറയും. ആ കഥയിലൂടെ നമ്മൾ ഗ്രാമർ പഠിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ മാർക്കറ്റിൽ പോയി. ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? കുറേ പേര് ഇത് തെറ്റിക്കാറുണ്ട്. കൂടുതൽ പേരും പറയുന്നത് മീ ആൻഡ് മൈ സിസ്റ്റർ വെൻ ടു മാർക്കറ്റ് എന്നുള്ളതാണ്. അത് തെറ്റാണ്. കറക്റ്റ് ഫോം എന്ന് പറയുന്നത് മൈ സിസ്റ്റർ ആൻഡ് ഐ വെൻ ടു ദ മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ആദ്യം ഐ ആണോ കൊടുക്കേണ്ടത് അതോ ആദ്യം മൈ സിസ്റ്റർ ആണോ കൊടുക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ഞാനും മറ്റൊരാളും കൂടെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് മറ്റൊരാൾ, അതായത് അവിടെ ആരാണോ അതർ പേഴ്സൺ, അവർക്ക് വേണം കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ, മൈ സിസ്റ്റർ ആൻഡ് ഐ വെൻ ടു ദ മാർക്കറ്റ്. ഞാനും എൻ്റെ സിസ്റ്ററും മാർക്കറ്റിൽ പോയി. മൈ ഫാദർ ആൻഡ് ഐ വെൻ ടു ഹോസ്പിറ്റൽ. ഞാനും എൻ്റെ അച്ഛനും ഹോസ്പിറ്റലിൽ പോയി. മൈ ഫ്രണ്ട് ആൻഡ് ഐ വെൻ ടു ദ സ്കൂൾ. ഞാനും എൻ്റെ കൂട്ടുകാരിയും സ്കൂളിൽ പോയി. മനസ്സിലായോ? അപ്പം ഞാനും മറ്റൊരാളും കൂടെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ആ മറ്റൊരാൾ ആരാണോ അവർക്ക് വേണം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അവിടെ പോയി, മാർക്കറ്റിൽ പോയി. അവിടെ പോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചു. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ? വി ബോട്ട് സം വെജിറ്റബിൾസ്. വി ബോട്ട് സം വെജിറ്റബിൾസ്. ഇതും കുറേ ആൾക്കാർ തെറ്റിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ വേർബ് പറയുന്ന സമയത്ത് 2 ടൈപ്പ് വേർബ് ഉണ്ട്. റെഗുലർ വേർബ്സും ഉണ്ട്, ഇറഗുലർ വേർബ്സും ഉണ്ട്. റെഗുലർ വേർബ്സ് ആണെങ്കിൽ നമ്മൾ അവസാനം ഇ ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി പാസ്റ്റ് ഫോം പറയാൻ. ഫോർ എക്സാമ്പിൾ, പ്ലേ എന്നാണെങ്കിൽ ഇ ഡി ആഡ് ചെയ്താൽ പ്ലേഡായി, അല്ലെങ്കിൽ വർക്ക് ഇ ഡി ആഡ് ചെയ്താൽ വർക്ക്ഡായി. ഈ ഇറഗുലർ വേർബ്സ് എന്ന് പറയുമ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും സെക്കൻഡ് ഫോമിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഗോ ആണെങ്കിൽ വെൻറ്റ് വരും, റൺ ആണെങ്കിൽ പാസ്റ്റ് ഫോം റാൻ വരും, സ്പീക്ക് ആണെങ്കിൽ സ്പോക്ക് വരും. ചിലതിൽ ഫോർ എക്സാമ്പിൾ ഈ ബൈ ഒക്കെ വരികയാണെങ്കിൽ ബൈ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം ബോട്ടാണ്, ടീച്ച് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം ടോട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചു. ഈ വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു മാർക്കറ്റിൽ വെച്ച്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ കെയിം അക്രോസ് മൈ ഫ്രണ്ട് അറ്റ് ദ മാർക്കറ്റ്. ഐ കെയിം അക്രോസ് മൈ ഫ്രണ്ട് അറ്റ് ദ മാർക്കറ്റ് എന്ന് വെച്ചാൽ കെയിം അക്രോസ് എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഫ്രണ്ടിനെ കണ്ടു എന്നുള്ളതാണ്. വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ? ഐ കെയിം അക്രോസ് മൈ ബോസ് അറ്റ് ലുലു മോൾ. ലുലു മോളിൽ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ ബോസിനെ കണ്ടു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് ആൾ കുറച്ച് ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ ബോട്ട് സം ഫിഷ് ഫ്രം ദ മാർക്കറ്റ്. ഷീ ബോട്ട് സം ഫിഷ് ഫ്രം ദ മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അവിടെ നമ്മൾ ഫിഷ് ആണോ യൂസ് ചെയ്യേണ്ടത് അതോ ഫിഷസ് ആണോ എന്ന്. കാരണം ഒരു മീനായിട്ട് നമ്മൾ വാങ്ങിക്കില്ലല്ലോ, ഒന്നിലധികം മീനുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരേ ടൈപ്പ് സെയിം സ്പീഷീസിലെ മീനാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഫിഷ് തന്നെ യൂസ് ചെയ്താൽ മതി. ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ് വാങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഫിഷസിന് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, മാക്രൽ, ടൂണ, അങ്ങനെ ഡിഫറെൻറ്റ് ഫിഷാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയെങ്കിൽ യു ക്യാൻ സേ ഷീ ബോട്ട് സം ഫിഷസ് ഫ്രം ദ മാർക്കറ്റ്. ബട്ട് സെയിം ആണെങ്കിൽ യു ക്യാൻ സേ ഷീ ബോട്ട് സം ഫിഷ് ഫ്രം ദ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെ കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ച് സ്കൂൾ മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്തു എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? We recollected our memories from school days. അല്ലെങ്കിൽ we shared our memories from school days എന്ന് പറയാം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക് ഒരു കുഞ്ഞു സ്റ്റോറിയിലൂടെ കറക്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ മാർക്കറ്റിൽ പോയതും അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തതും ഞങ്ങൾ മെമ്മറീസ് ഷെയർ ചെയ്തതൊക്കെയാണ് അല്ലേ. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു ചായ കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിയർ ബൈ സ്റ്റോറിൽ നിന്നും ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? വി ക്യാൻ സേ വി ഡിസൈഡഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ ഫ്രം നിയർ ബൈ സ്റ്റോർ. വി ഡിസൈഡഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ ഫ്രം നിയർ ബൈ സ്റ്റോർ. ഈ ഡിസൈഡഡ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇതിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലാണ്ട് നമ്മുടെ ഡെയിലി ലൈഫ് കോൺവെർസേഷനിൽ നമുക്ക് പല സ്ഥലത്തും യൂസ് ചെയ്യാം. ഞങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു സ്റ്റഡി. ഞങ്ങൾ പാട്ട് പാടാൻ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു സിങ് എ സോങ്. അപ്പോൾ പല സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസൈഡഡ് ടു എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ അവിടെ പോയി കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലീനെ കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു.
അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പലരും വി സ്പീക്ക് അബൌട്ട് ഫാമിലി എന്ന് പറയാറുണ്ട്. അത് തെറ്റായ യൂസേജ് ആണ്. ഈ സ്പീക്ക് ആൻഡ് ടോക്ക് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ടോക്ക് യൂസ് ചെയ്യുന്നതാണ് ആപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് വരിക? വി ടോക്ക്ഡ് അബൌട്ട് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. വി ടോക്ക്ഡ് അബൌട്ട് അവർ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റർ ജോയിൻ ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ജോയിൻ ചെയ്തിട്ട് അവളുടെ ഓഫീസിലെ ഫണ്ണി സ്റ്റോറീസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തു. ഈ കാര്യം എങ്ങനെയാണ് പറയുക? ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് സിസ്റ്റർ ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫണ്ണി സ്റ്റോറീസ് ഷെയർ ചെയ്തു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആൻഡ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മൈ സിസ്റ്റർ joined us and shared funny memories from her workspace. ഞങ്ങളെ സിസ്റ്റർ ആദ്യം ജോയിൻ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അവളുടെ ഓഫീസിലെ ഫണ്ണി സ്റ്റോറീസ് ഞങ്ങളോട് ഷെയർ ചെയ്തു. നമ്മൾ രണ്ട് ആക്ഷൻ പറയുന്ന സമയത്ത് നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ആൻഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ജോയിൻഡ് ദ കോഴ്സ് ആൻഡ് ലേൺഡ് ഇംഗ്ലീഷ്. ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തു, അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിസ്റ്റർ വന്നു, സ്റ്റോറിയൊക്കെ പറഞ്ഞു, ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഫണ്ണി സ്റ്റോറിയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? ചിരിക്കും. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വി ലാഫ്ഡ് എ ലോട്ട്. വി ലാഫ്ഡ് എ ലോട്ട്. ഞങ്ങൾ ഒരുപാട് കരഞ്ഞു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി ക്രൈഡ് എ ലോട്ട്. ഈ എ ലോട്ട് എന്നുള്ളതും നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വേർഡാണ്. കോമൺ ആയിട്ട് കുറേ പേര് പറയാറുണ്ട് വി ലാഫ്ഡ് വെരി മച്ച്, അല്ലെങ്കിൽ വി ക്രൈഡ് വെരി മച്ച് എന്നൊക്കെ പറയാറുണ്ട്. ഈ വെരി മച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് വി ക്രൈഡ് എ ലോട്ട് അല്ലെങ്കിൽ വി ലാഫ്ഡ് എ ലോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഇന്നും നമ്മൾ ആ സ്റ്റോറിയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷിൽ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സും അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നും കോൺവെർസേഷൻ എങ്ങനെ ബെറ്റർ ചെയ്യാമെന്നുമാണ് നമ്മളിന്ന് നോക്കിയത്. അപ്പം ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവന്ന് കോൺവെർസേഷൻ ബെറ്റർ ആക്കുക. താങ്ക് യു.